കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തമാണ്. അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മാർപ്പുവിന്റെ മരണം ഇയർ ഔട്ട് ആകുന്നതിൽ മനംനൊന്തെന്നാണ് ആരോപണം. മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. അനിൽ ജോർജ് ഉണ്ട്, അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, കാണാം, വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പ്രിൻസിപ്പലിനും മാനേജ്മെന്റിനും എതിരെ നിലവിൽ ഉന്നയിക്കുന്നത്? ശമലി, കഴിഞ്ഞ ദിവസമായിരുന്നു MA കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മർച്ചി മാർപ്പുവിനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇത് കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല എന്നുള്ള നിലപാടായിരുന്നു ആദ്യം മാനേജ്മെന്റ് സ്വീകരിച്ചത്. എന്നാൽ വിദ്യാർത്ഥികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ ഇയർ ഔട്ട് ആവുന്നതിൽ മനം നൊന്താണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി ജീവനൊടുക്കിയതെന്ന ആരോപണം സഹപാഠികൾ ഉയർത്തി. ഇയർ ബാക്ക് ആകുന്നത് ഭയന്ന കുറെ ദിവസങ്ങളായി ഈ വിദ്യാർത്ഥി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഇയാൾക്ക് മലയാളം അറിയില്ല, അതിനാൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ പങ്കുവെക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ പറയുകയും ചെയ്യുന്നു. തുടർന്ന് ആണ് വലിയ തോതിൽ പ്രതിഷേധം കോളേജ് മാനേജ്മെന്റിനെതിരെ രൂപപ്പെടുകയും ചെയ്തത്. ഇത്തരത്തിൽ കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയത് മാനേജ്മെന്റ് ആണ് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊക്കെ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന നിലപാടായിരുന്നു മാനേജ്മെന്റ് ആദ്യം സ്വീകരിച്ചത്. ഇതൊരു സ്വയംഭരണാധികാരമുള്ള കോളേജാണ് എന്ന്, അതിനാൽ തന്നെ തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന നിലപാട് പ്രിൻസിപ്പൽ സ്വീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുതൽ ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു. ഇന്ന് രാവിലെ ഇന്നൊരു അവധി ദിവസമായിട്ട് പോലും കോളേജിൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്. ആളുകൾ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രിൻസിപ്പൽ ഇവരുമായി നേരിട്ട് ചർച്ച നടത്താം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി പ്രതിഷേധങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത്. ഈ മരിച്ച മർച്ചി മാർപ്പുവിന്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള മറ്റു നടപടികളിലേക്കും കടക്കുക. എന്നാൽ മാനേജ്മെന്റ് ഇത് ഒത്തുതീർപ്പിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും ഈ മാനേജ്മെന്റിന്റെ കീഴിൽ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇത്തരം മാനസിക പീഡനത്തിന് വിധേയരാകുന്നുണ്ടെന്നുമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ശമലി. അനിൽ